പെട്ടെന്ന് രാത്രിയല്ലേ. ഞാൻ വീട് തുടങ്ങിയപ്പോഴേ വൈകിട്ടായിരുന്നു. ഒറ്റയടിക്ക് രാത്രിയായി. ഗൈസ് നമ്മളിതോ കടയിൽ സാധനം വെച്ചതിൻ്റെ താഴെ ഇരുന്ന സാധനമാണ്, വിലയൊക്കെ വെച്ചിരുന്ന സാധനം. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നല്ല ഗൈസ്, എനിക്ക് ധാരോ വന്ന് കയറിയ പോലെ തോന്നി. കുഴപ്പമില്ല, ധാരാണെങ്കിലും ആവട്ടെ, സാധനം വായിക്കാൻ. ഗൈസ് ഞാൻ എന്തോന്ന് എൻ്റെ ഫേസ് കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ എൻ്റെ കൈ എപ്പോഴും സ്ക്രീനിൻ്റെ അവിടെ ആവും. കാരണം ഇൻഡയറക്റ്റ് ചെയ്യണത് അതിൻ്റെ തൊട്ടടുത്താണ്. ഗൈസ് അയ്യോ, ഗൈസ് ഈ യൂണിറ്റ് പ്രൈസ് ഇല്ലേ, അതിൻ്റെ താഴെ പച്ചക്കറില്ല ആരോ വർക്കാണെങ്കിൽ ഇല്ലേ നല്ല വില കൂടുതലാണ്. ആ റെഡ് കളറുള്ള ആരോ മാർക്കാണെങ്കിൽ വില കുറയണത്. നമുക്ക് എന്തോന്ന് കോഫി ഡാർക്ക് റോസ്റ്റ് വാങ്ങാം. പിന്നെ 2 സാധനം ഇപ്പം എൻ്റെ ഉണ്ട്, ചീസും കോഫി ഡാർക്ക് റോസ്റ്റും. യെസ്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ചെയ്ത് എക്സിറ്റ് അടിക്കില്ല. അയ്യോ, കട അടയ്ക്കണം, എന്നിട്ട് നാളെ വാങ്ങാൻ പറ്റൂ. കട അടച്ച്. യെസ്, ഡേ 8, 8ാമത്തെ ദിവസം. ഏറെ വർക്ക് വന്ന് കമ്പ്യൂട്ടറിൽ. അതിൻ്റെ പർച്ചേസ് ചെയ്യുക. യെസ്, പർച്ചേസ് ചെയ്ത് ഒറ്റയടിക്ക് ലോഡിങ് ഏരിയയിൽ വന്ന് ഇരുന്ന്. ഗൈസ് നല്ല സ്പീഡ് ഡെലിവറിയാണ്. പർച്ചേസ് ചെയ്ത് 1 സെക്കൻഡ് പോലും കഴിയില്ല, അപ്പോഴത്തേക്ക് റോഡിൽ വന്നിരുന്നത്. ഇത് ഷെൽഫിലല്ലേ വെക്കുന്നത്. അയ്യോ, ഇതിൻ്റെ ടാഗ് ഒട്ടിച്ചിരുന്ന സാധനം എടുത്തില്ല, മാറ്റിക്കളഞ്ഞ്. നീ പ്രൈസ് അടിക്കണ്ടായിരുന്നു. നമുക്ക് ഡസ്റ്റ്ബിൻ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് എടുത്തെറിയ ഈ ബോക്സ് റോട്ടി എടുത്തിട്ട്, അതാകുമ്പോൾ കാറിൻ്റെ മണ്ടേ കൂടി പോവും. ചീസ് എവിടെയെന്ന് നോക്കിയേ. ചീസ് എവിടെ? ചീസ് കണ്ടില്ല, ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇനി പാലും കൂടി വാങ്ങാം. നമുക്കില്ലേ, നമ്മളെ കടയിൽ കുറേ സാധനം വാങ്ങി നിറയ്ക്കാൻ നോക്കാം. കുറേ സാധനം നോക്കണം വാങ്ങി നിറയ്ക്കാൻ. അടുത്ത് പാല്, മുട്ട, ടീ ബ്ലാക്ക്, ഷുഗർ പൗഡർ, പാസ്ത. ഇവിടെ ഒരുത്ത് എന്നെ കിടന്ന് ചിരിപ്പിക്കുകയാണ് ഗൈസ്. ഫ്ലോറ്, പിന്നെ എന്തിനു വാങ്ങാൻ? ഇത്രയും തന്നെ പോലെ, ഇത്രയും തന്നെ മതിയെന്ന് തോന്നുന്നു. കുറേ സാധനം വായിച്ച് ഗൈസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. യെസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ദ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇതെന്തോന്ന് പർച്ചേസ് ചെയ്ത സാധനം 1 സെക്കൻഡ് കഴിയാതെ ഒറ്റയടിക്ക് വന്ന് എടുത്താലും സാധനം എടുത്ത് നോക്കാം. ഇത് പറക്കണ്. എന്തൊരു മാജിക് ബോക്സാണ് ഇത്. വിറ്റായിട്ട് പൈസ കിട്ടും. എന്തോ ഗൈസ്, പറക്കണ ബോക്സാണ്. അയ്യോ, പാലിവിടെ വയ്ക്കാൻ പാലായത്.
പാല് വെച്ചത് ഗൈസ്. പാല് രണ്ട് പ്രാവശ്യം വെക്കാൻ പറ്റും. നമുക്കിത് ഡസ്റ്റ്ബിന്നുണ്ട്, അങ്ങ് കൊണ്ട് കളയാൻ. നമുക്ക് താഴ്ന്ന ബോക്സ് എടുക്കാം. അയ്യോ ഇതാര്? ഇത് ഷുഗർ പൗഡർ. ഇത് ഇവിടെ വയ്ക്കുക. ഇനി ഇത് ദൂരെ വലിച്ചെറിഞ്ഞോ. ഈ ബോക്സ്, ഇതിൻ്റെ അകത്ത് ഫ്ലോർ. അയ്യോ ഷുഗർ പൗഡർ ഇവിടെ വെക്കാൻ. ഇവിടെ വെച്ച് നമുക്ക് യെസ് ഗൈസ്, കടയിൽ അത്യാവശ്യം സാധനം ഉണ്ട്. ഇതെല്ലാം നമുക്ക് പുറത്തിട്ടിട്ട് പിന്നെ വന്നിരിക്കാം. ഇതൊന്നും പറക്കണ ബോക്സ്. ഞാൻ പാസ്ത ഓർഡർ ചെയ്തായിരുന്നല്ലേ. പാസ്തയുടെ ടാഗിൻ്റെ ഇവിടെ ഉണ്ടെന്ന്. അയ്യോ എല്ലാം വെച്ച് മാറിപ്പോയി. ഫ്ലോർ ഇവിടെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച പ്രൈസ് കിട്ടിയത്. പാസ്ത എടുത്തെങ്കിലും കിട്ടുമോ? പാസ്ത ഇവിടെ വയ്ക്കാം. ഇനി ഇതെടുത്ത് കൊള്ളാം. ടീ ബ്ലാക്ക് അല്ലായിരുന്നു. ടീ ബ്ലാക്ക് തന്നെ ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ടീ ബ്ലാക്ക് ഇവിടെ. യെസ്, ഇനി ഇത് വലിച്ചെറിഞ്ഞിരിക്കും. ഇത് ആവശ്യമില്ല ഈ പെട്ടി. അയ്യോ തലകുത്തര കിടക്കണേ. ഫുട്ബോൾ കളിക്കാൻ പറ്റിയത് വെച്ച് ഏതൊരുത്ത വാവച്ചെന്തരൊക്കെയോ സൗണ്ട് ഉണ്ടാക്കും. അയ്യോ അയ്യോ മുട്ടയായിരുന്നു. Guys, please subscribe and follow the YouTube channel. ഇത് ഇവിടെ. അയ്യോ ഇനി ഇത് എടുത്ത്. അയ്യോ എല്ലാവരെയും ഒരു കാര്യം ഇതിനു ടെസ്റ്റ് കിട്ട്. അയ്യോ ഇതിൻ്റെ സൈസിന് പറ്റൂല. അപ്പം ഇത് ഇത് തിരിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. ഇത് കൊള്ളാം. ബോക്സ് അവിടെ കളഞ്ഞു. അതെല്ലാം വെച്ചാ അത് കുറച്ചും കൂടി സാധനം വാങ്ങിയാലേ. കുറച്ചും കൂടി ആകാം. ഈ ബ്രെഡ് ആകാം. അയ്യോ ചോക്കോസ് വേണ്ട. എണ്ണ പിന്നെ എന്തോ. അയ്യോ വെള്ളം വേണ്ട. വെള്ളം വായിച്ചാൽ അതിൻ്റെ പ്രൈസ് കുറച്ചേ തരുമായിരുന്നു. ഇനി നമുക്ക് ഓർഡർ ചെയ്യാം. പർച്ചേസ് ഇത് ഓർഡർ ചെയ്തിട്ടേ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ബോക്സ് വരും. ഓർഡർ ചെയ്ത ബോക്സ് കണ്ട. ഞാൻ ഓർഡർ ചെയ്ത് ഓയിൽ ഇതാ ഒറ്റയടിക്കുന്നു. എണ്ണ ഇവിടെ. ഞാൻ മീഡിയം കുറേ സാധനം നിറച്ച്. ഇനി അതും കൂടി. ഇനി ദിവനെ കൊല്ലാൻ പറ്റൂല. ഇനി കത്തി പറ്റൂല. ഇനി പർച്ചേസ് ചെയ്ത് കത്തി വാങ്ങിക്കണത് എന്തോ. ഇനി നമ്മുടെ ഷോപ്പിൽ കള്ളന്മാർക്ക് വരെ എന്തോ. ഇനി അപ്ഗ്രേഡ് ചെയ്ത് എത്ര വരെ പോകാൻ പറ്റും. ഇപ്പോൾ സീനായിരിക്കും ഗൈസ്. ഞാനില്ലേ ചിലപ്പോഴൊക്കെ ഈ ബോക്സിൻ്റെ അകത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി എടുത്ത് ചിലപ്പോഴൊക്കെ എന്തോന്ന് അറിയാതെ എടുത്ത് ഡസ്റ്റ്ബിന്നിടും. ബ്രെഡിൻ്റെ സാധനം. അപ്പം ബ്രെഡിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അല്ലല്ലേ, ബ്രെഡ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഗൈസ് ഇനി കുറച്ച് വാങ്ങണം. അല്ല ഇനി വാങ്ങാൻ പൈസ ഇല്ലല്ലേ. എല്ലാം ഉണ്ടാ എന്തോ. ക്യാൻ ത്രോയാ. ഓക്കെ ഇനി പറ്റി. യെസ്, ഇനി അടുത്ത് എന്തിന് വാങ്ങാം. ഒരു കുറഞ്ഞ സാധനം വാങ്ങണം. ഒരു കുറഞ്ഞ സാധനം.
എന്തിന് വാങ്ങാം? അയ്യോ ഒന്നും വാങ്ങാനില്ലല്ലേ. വാട്ട് വിൽ ഐ ഡു? ഗൈസ്, എനിക്ക് വായിക്കാൻ പറ്റിയത് ഇല്ല. എനിക്ക് വായിക്കാൻ പറ്റിയൊന്നുമില്ല ഗൈസ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, കുറേ സാധനമുണ്ട്, പക്ഷെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ കുറച്ച് പൈസയുള്ളൂ. ഇത്രയും സാധനം വായിച്ചപ്പോൾ കുറച്ച് പൈസയുള്ളൂ. എൻ്റെ കുറേ പൈസ പോയി. ആരെങ്കിലും വായോ. കടയിൽ കുറേ സാധനമുണ്ടേ. ഇന്ന് കുറേ സ്റ്റോക്കുണ്ട്. കുറേ സാധനത്തിൻ്റെ സ്റ്റോക്കുണ്ട്. നമുക്ക് വല്ല വീട്ടിൻ്റെ കഥ തുറന്നിട്ട് ഒരു വീട് കടന്നിരുന്നെങ്കിൽ കയറാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ. പറ്റൂലായിരുന്നു. എൻ്റെ കടയിൽ പോട്ട് അയ്യോ മരത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അയ്യോ, ഇത്രയും ബോക്സ് എടുത്ത് വെക്കണ്ടേ അകത്ത്. നമുക്ക് നമുക്ക് രാത്രി എടുത്ത് വയ്ക്കാം. ഈ ബോക്സൊക്കെ നമുക്ക് രാത്രി എടുത്ത് വയ്ക്കാം. ഗൈസ്, കുറേ സാധനം ഉള്ളതുകൊണ്ട് കുറേ പേര് വായിക്കാൻ വരും. ബില്ല് വെച്ച് കൊടുക്കട്ടെ. 16. അയ്യോ അയ്യോ. ₹4 കൂടി കൊടുക്കണം. വെറും ചീസേ വാങ്ങിയുള്ളൂ. എത്ര രൂപ കിട്ടി? അതിൽ കാണിക്കുന്നുണ്ട്. അയ്യോ അമ്മച്ചി, ഞാൻ പ്രൈസ് ഇട്ടില്ല. അയ്യോ, അതിന് എനിക്ക് പ്രൈസൊന്നും കിട്ടില്ല. അയ്യോ, പാസ്തയ്ക്ക് പ്രൈസ് ഇട്ടില്ലോ. ഞാൻ പാസ്തയ്ക്ക് പ്രൈസ് ഇടുന്നത് 3.12. ഷുഗർ പൗഡറിന് 5.80. അടുത്ത് അയ്യോ ബ്രെഡിന് പൈസ കിട്ടില്ലേ. ബ്രെഡിൻ്റെ പൈസ ശരിയല്ല. ഓയിലിൻ്റെ പൈസ 83. 4.83. അടുത്ത് 3.71. മാർക്കറ്റ് പ്രൈസ് ഇതിനെക്കാട്ടി കൂടുതലാണ്. അല്ലെങ്കിൽ 4.68. ബ്ലാക്ക് റോസ് 8.97. കറക്റ്റ് വിലയല്ല. ഇത് നോക്കി എൻ്റെ തല പോണു. ഇത് കുറേ ഉണ്ടല്ലോ നോക്കി തീരാറായി. 3.44. അടുത്ത പാല് 2.40. ഓക്കെ, എല്ലാം നോക്കി വരാം. അയ്യോ പോവല്ലേ. അയ്യോ, ഈ മാമൻ പോയി. വേറെ കുറേ പേര് വരും.
ഇങ്ങനെ സേവ് ചെയ്തിട്ട് ഇനി ചിലപ്പോൾ ബാക്കപ്പ് ആയിട്ടായി പോകുന്നില്ല. ഒന്നും കൂടി സേവ് ചെയ്തിട 60 FPS. ഇത് എന്തിന് എൻ്റെ നല്ല പൈസ എടുക്കുമല്ലോ ഇവരെല്ലാവരും കൂടി. അമ്മച്ചി തിരുപ്പി എൻ്റെ കുറേ പൈസ പോണ്. ക്രെഡിറ്റ് കാർഡ് ഇങ്ങോട്ടാ. ക്രെഡിറ്റ് കാർഡ് പൈസ എടുത്തു. 3.71. വെള്ളം ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. പൈസ 6 രൂപ. 6 രൂപയല്ല, 6 പെന്നി. പെന്നി മീൻസ് എന്തോന്ന് USA കോയിൻ. ഇത് കുറേ സാധനം വാങ്ങിയില്ല. ഈശേ കുറേ പൈസ കിട്ടി. നിങ്ങൾ നോക്കിക്കോളേ, അടിച്ചു കൊടുക്കുന്നിടത്ത് ടോട്ടലിൻ്റെ അവിടെ $20.10. ശേ കുറേ കിട്ടി. 20.10. കുറേ സാധനം വായിച്ച് ഇങ്ങനെയാണ്. 2 ചീസാ. അമ്മച്ചി സാധനം ഉണ്ടായിരുന്നു. 1.12. ഷുഗർ പൗഡറും എണ്ണയും 4.37. ഇതും കൂടി അടിച്ചു വിടുക. പൈസ എത്ര ഒന്നും ബാലൻസ് കൊടുക്കാനില്ല. കുറേ സാധനം വായിച്ച്. ഇതെന്തോന്ന് ക്രെഡിറ്റ് കാർഡ്, വല്ലാത്ത ക്രെഡിറ്റ് കാർഡ്. മറിച്ചാണ് തന്നത്, മറിച്ച് വെച്ചിട്ടാണ് തന്നത്. 1.51. കുറേ സാധനം നല്ല പൈസ കിട്ടി. അത് മാത്രമല്ല നല്ല പൈസ, കുറേ സാധനം വെച്ച് നല്ല പൈസ കിട്ടുകയും പെട്ടെന്ന് പൈസ ആവും. ക്രെഡിറ്റ് കാർഡ് കിട്ടി. കുറേ സാധനം നല്ല പൈസ കിട്ടി. എനിക്ക് തോന്നേ ഈ ദിവസം കൂടുതൽ പൈസ തന്നത് ഈ ആൻറ്റി ആയിരിക്കും. ആരും പറഞ്ഞ കുറേ പേര് വന്നു. ഇനി ലൈറ്റ് ഇടാതെ ആരെങ്കിലും വരൂലേക്ക് എന്തോ, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ മണി 7:51. വെറും $10 ചെയ്തതാ എത്ര രൂപയായെന്ന് കണ്ട. 137 എത്ര $. ഇപ്പം നല്ല പൈസ. അയ്യോ
പക്ഷേ 26,000 എത്ര ഡോളർ. നല്ല പൈസ കിട്ടും ഇങ്ങനെ കുറേ സാധനം വായിച്ചു വയ്ക്കുമ്പോൾ. 26,000 എത്ര അല്ലെ, 26.94 ഡോളർ. നല്ല പൈസ കിട്ടി. ഇതും കുറേ സാധനമായി. മുട്ടൊക്കെ 4.12. അയ്യോ, ഓക്കെ. ഇത് കുറേ സാധനം വാങ്ങിയില്ല. 18,000 ഡോളറേ ആയുള്ളൂ. ക്രെഡിറ്റ് കാർഡായിരുന്നു. അതിൽ എഴുതി കാണിക്കും എന്തൊക്കെയാണ്. അയ്യോ, എന്താ എഴുതി കാണിക്കും? പാസ്ത, ബ്രെഡ്, പിന്നെ എന്തോന്ന്. ബ്രെഡ് 2 പാസ്തയും ഏറ്റവും മണ്ടയിലത്തെ സാധനം പറഞ്ഞു. നമുക്ക് നോക്കാൻ പറ്റൂല, എല്ലാം നോക്കാൻ പറ്റുള്ളൂ. ചെക്കൗട്ട്. എന്തിനു കിട്ടി? സിറിയൽ കിട്ടി. ഇതെന്തിരിക്ക പൈസ കിട്ടി. ഓക്കെ, ഇത് ബ്രെഡ് ബില്ലടിക്കുമ്പോൾ ബ്രെഡ് കാണിക്കും, ബ്രെഡ് 1. ഇനി ബില്ലടിക്കുമ്പോൾ ബ്രെഡ് 2 കാണിക്കും. ഷുഗർ പൗഡർ 2 ബില്ലടിക്കുമ്പോൾ 2 ഷുഗർ പൗഡർ എന്നും കാണിക്കും. 48 രൂപ. യെസ്, 21,000 രൂപ കിട്ടി. 21. ഞാനെൻ്റെ ഇതിൽ ക്രെഡിറ്റ് കാർഡില്ലേ 21 എത്രയോ ഡോളർ. 3.21. ഇല്ലേ ഇതൊക്കെ? നമ്മളെ കടയിലുണ്ടായിരുന്ന കുറേ സാധനം തീർന്നു. കുറച്ചേ തീർന്നു. ഷുഗർ പൗഡർ വരണേ ഉള്ളൂ. പക്ഷേ കുറേ പേര് വന്ന്. അയ്യോ, മണി 9 കയറും. എന്തോ കടയിൽ കയറിയില്ല. 9 മണിയായ പിന്നെ ഞാനും കടയിൽ വരൂല, എല്ലാവരും ഉറങ്ങാൻ പോകും. പക്ഷേ ഇപ്പം പോയ ഒരാൾ വന്നു. ഇപ്പം പോയ ആൾ മാത്രം നടന്നു പോയല്ല. ചിലപ്പോൾ ഈ മാമി കയറിയിരിക്കോ എന്തോ. കയറിയില്ല. നമുക്ക് ഇതെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തുക. അടച്ചിട്ട് വയ്ക്കുക.
കുറേ ബോക്സ് കിടക്കുന്നു. നമുക്ക് ഇനി നാളെ നമ്മുടെ കട തുറക്കാം. അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡേസ് ടാക്ടിക്സ്. സപ്ലൈ കോസ്റ്റ് $212.45 കുറഞ്ഞു. ഇൻകം അതിനെക്കാട്ടി കൂടി. ബാലൻസ് $269.83. ഓക്കെ, സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ. യെസ് ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഉറക്കമൊക്കെ എഴുതിയിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ക്ലോസ് എല്ലാം ഓപ്പൺ. എന്താരെങ്കിലും വാവാ, എവിടെയെന്ന് വിളിച്ചു പറയാം. എന്താരെങ്കിലും വായോ വായോ. കടയിൽ കുറച്ച് സാധനം കൂടി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, മുട്ട 3 ഉള്ളൂ. അയ്യോ, ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഗൈസ്, ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യണം. ഫർണിച്ചറൊക്കെ നോക്കട്ടെ. ഫർണിച്ചർ ടൂള്, ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനം. അയ്യോ, ഒരു പ്രൊഡക്റ്റ് ലൈസൻസും കൂടിയാണ്. അയ്യോ, ഞാൻ ഫർണിച്ചർ നോക്കട്ടെ. ഹായ്, ഫ്രിഡ്ജ് മിനി ഫ്രിഡ്ജ്. എടി, നമുക്ക് നമ്മളെ വലിയ ഫ്രിഡ്ജ് വിറ്റാലാ? നമുക്ക് ഇതിവിടെ വെച്ചിട്ടൊരു മിനി ഫ്രിഡ്ജ് വെച്ചാൽ അതും വാങ്ങണം. മിനി ഫ്രിഡ്ജ് പർച്ചേസ് ചെയ്തു. അയ്യോ, ഞാൻ ചെക്കൂട്ടിപ്പോൾ അടിക്കാൻ പറ്റൂല എന്നുള്ളത് ഇവിടെ. അതിൽ ഇത് ഡ്രോപ്പ് ചെയ്യണം. ഹായ്, മിനി ഫ്രിഡ്ജ് നല്ല ചെറുത്. ഇത് ഐസ്ക്രീം വെക്കാനുള്ള. ഹായ്, നല്ല കൊള്ളാം. പക്ഷെ കുറച്ച് സാധനം വെക്കാൻ പറ്റൂ, അത് കുഴപ്പമില്ല. നമുക്ക് ആ ഫ്രിഡ്ജ്, അയ്യോ അതിൻ്റെ ബോക്സ് എവിടെ? ബോക്സ് ഞാൻ കളഞ്ഞ. എൻ്റെ ബോക്സ് എവിടെ? ഓ, നമുക്ക് ഈ മിനി ഫ്രിഡ്ജ് ആക്കാം. മറ്റേ വലിയ ഫ്രിഡ്ജ് നമുക്ക് വിറ്റാലേ ഇതാകുമ്പോൾ പൈസയും കിട്ടും, തിരിച്ച് പൈസയും കിട്ടും. അതാകുമ്പോൾ ഇതെടുത്ത് നോക്കട്ടെ. ബോക്സിൽ അടയ്ക്കണം. അതിന് മുമ്പേ നമ്മൾ പാലൊക്കെ അകത്തിരിക്കും. ഓക്കെ, കുറേ പേര് ബില്ലടിക്കാൻ വന്നു കുറേ സാധനങ്ങൾ. ഓക്കെ, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കാർഡ് പെണ്ണ് 96.
അയ്യോ ചീസ്, അയ്യോ ചീസ് തീന്ന്. 42 എത്ര? ചെക്കൗട്ട് ഫുള്ളായി. പൈസ നമുക്ക് കുറേ പൈസയായി. കുറേ അല്ല, മീഡിയം. അയ്യോ കുറേ പേര് വന്ന് സ്ഥലമില്ല, എല്ലാവരും വളഞ്ഞ. അയ്യോ ചെക്കൗട്ട് ഫുള്ള്. ഫ്രണ്ട് ഒരു പൈസ തരാതെ പോകും. നല്ല പൈസ അല്ല പോണ. ഒരാൾക്കും കൂടി ബില്ലടിച്ച്. ഇത് കുറേ പേര് വന്ന്. ഇത്രയും സാധനം വെച്ചാൽ ഇതാണ് കുഴപ്പം. അയ്യോ കൂടിപ്പോയി. ഓക്കെ കുറേ പേര് വന്ന്. അയ്യോ എനിക്ക് പെട്ടെന്ന് പൈസ കയറി. നന്നായിട്ട് കൊടുക്കാൻ. അയ്യോ കുറേ സാധനം. ഓ എത്ര രൂപ! നിങ്ങളില്ലേ മറ്റേ ഫോണിൽ കൂടി അടിച്ചു നോക്കുന്നിടത്ത് നോക്കണേ. $31.60. കുറേ പൈസ. നല്ല പൈസ കൂടി. ക്രെഡിറ്റ് കാർഡ് 2.40. 2. എനിക്ക് പെട്ടെന്ന് ഇവരെയൊക്കെ ബെല്ലടിച്ചു വിടാം. അയ്യോ 37. നമുക്ക് ലോൺ അടയ്ക്കണ്ടേ? അയ്യോ ലോൺ അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. പേയ്മെൻറ്റിൽ ചെല്ലുമ്പം കണ്ട കുറേ ലോൺ അടയ്ക്കുന്നുണ്ട്. ബാങ്കിൽ ലോണിൽ ഞാൻ ലോൺ എടുത്തത്. ലോൺ അടച്ചാൽ തിരിച്ച് പൈസയൊന്നും കൊടുക്കണ്ട. അതാകുമ്പോൾ നമുക്ക് ലോൺ എടുത്ത് കളിക്കാം. ഗൈസ് നിങ്ങൾ പൈസ കൊടുക്കണമെങ്കിലേ, പൈസ കൊടുത്തില്ലെങ്കിൽ എന്തിനു പറ്റുമെന്നും കൂടി കമൻറ്റ് ഇട്ടേരണേ. എന്തിനെങ്കിലും പറ്റി പൈസ ആയിട്ട് പോയാൽ വെട്ടം ലൈറ്റ് ഇട്ടില്ലെങ്കിൽ എല്ലാവരും ലൈറ്റ് ഇല്ലാത്ത കടയെന്ന് പറഞ്ഞ് കയറൂല. മണി 7:36. 81. പൈസ കുറേ പേര് വന്നു. എല്ലാവർക്കും സ്ഥലമില്ല.
84 രൂപ. എൻ്റെ കടയിൽ സാധനമെല്ലാം തീർന്നെന്ന് തോന്നുന്നു. അയ്യോ, എൻ്റെ കടയിലെ സാധനം തീർന്ന്. ക്ലോസ്. ഇത്രയും പേർക്കും കൂടി ബില്ലടിച്ചിട്ട് അടുത്ത ദിവസം തുടങ്ങാം. 45.32. നമുക്കല്ലെങ്കിലേ മിനി ഫ്രിഡ്ജ് വേണ്ടല്ല. നമുക്കല്ലെങ്കിൽ മിനി ഫ്രിഡ്ജ്, അതിൻ്റെ സ്റ്റോറേജ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സ്റ്റോറേജ് ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ കുറച്ച് പാല് വായിക്കട്ടെ. അയ്യോ, കട അടച്ചിട്ടേ പറ്റൂ. നമുക്ക് നാളെ ട്രൈ ചെയ്ത് നോക്കാം. അത് 15.32. ഇനി ഇതാരും കടയിൽ വരൂല. ഈ ഒരു മാമിയും കൂടെ ഉള്ളൂ. അതിൻ്റെ അടുത്തിടെ 5.32. യെസ് ഗൈസ്, നമ്മുടെ ഡേ 8 ഈടെ കഴിഞ്ഞ് ക്ലോസ്. ഡേസ് ടാക്ടിക്സ് ബാലൻസ് നല്ല പൈസ കിട്ടി. ആ കപ്പാസിറ്റി നോക്കട്ടെ എല്ലാ ഫ്രിഡ്ജിൻ്റെ പർച്ചേസ്. അയ്യോ, ഞാൻ പാല് വെച്ച് ഇനി വില കുറച്ചുള്ളത് തന്നെ ഉണ്ട്. അത് മിനി ഫ്രിഡ്ജ് കൊള്ളാം. എവിടെ ഇങ്ങനെ വെച്ചാൽ പോലെ ഓരോന്നും. മിനി ഫ്രിഡ്ജ് അത്യാവശ്യം കൊള്ളാം. ഓരോ സാധനവും 3 പ്രാവശ്യം വെച്ച് വയ്ക്കണം. നമുക്ക് ഈ ഫ്രിഡ്ജ് അങ്ങ് വിറ്റാല് വിറ്റിട്ട് പൈസ ഉണ്ടല്ല, തിരിച്ച് വേണമെങ്കിൽ വായിക്കാം. തിരിച്ച് വിൽക്കാൻ പറ്റൂലേ? വിൽക്കാൻ പറ്റൂല. ഡസ്റ്റ്ബിൻ ചെയ്യണം. പൈസ കിട്ടിയില്ല. ഇത് എന്തൊരു കഷ്ടം. ഗൈസ്, അവർ ഡസ്റ്റ്ബിന്നിട്ട പൈസ ഇട്ടു എന്നൊക്കെ പറയണ കേട്ട്. എന്നിട്ട് ഒരു ഉള്ളി പൈസ കിട്ടിയില്ല. ക്ലോസ്ഡല്ല, ഓപ്പൺ. നമുക്ക് ആ ഫ്രിഡ്ജ് ഒന്നും കൂടി വായിക്കാം.
ഇഷ്. ഭയങ്കര കഷ്ടം. ഡിസ്പ്ലേ ഫ്രിഡ്ജ് സിംഗിൾ വായിക്കാം. ഇതുമാണ് നമുക്ക് പർച്ചേസ്. പക്ഷെ ഇത് കൊള്ളാം. വെല്ലടിക്കിട്ട് വിട്ടുന്ന്. അയ്യോ, ക്രെഡിറ്റ് കാർഡ് ആ ഫോണിൽ വെച്ച് ഇപ്പോൾ 0 അല്ല 40. വെള്ളം ഇല്ലെന്ന്. 95. ഓക്കെ. ആ മിനി ഫ്രിഡ്ജ് ആയിക്കൊണ്ട് എല്ലാവരും കുഞ്ഞാണ് പാലൊക്കെ എടുക്കുന്നത്. ഓക്കെ, പൈസ എടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡിൽ. ഈ മാമ ക്രെഡിറ്റ് കാർഡാണ് തന്നത്. അതിനാൽ നമുക്ക് ഫോണിൽ കൂടി അടിച്ചു കൊടുക്കണം. അയ്യോ 50 അല്ല, അയ്യോ 54 40. എനിക്കൊരു കാര്യം നോക്കണം. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുമോ? നമുക്ക് കുറച്ച് സാധനങ്ങൾ വായിക്കണം. എൻ്റെ ഉണ്ടായിരുന്ന പൈസയിൽ ഞാൻ ഫ്രിഡ്ജ് വായിച്ച് തീർത്ത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ചെന്നിട്ട് ഇപ്പോഴേ എൻ്റെ കുറേ സാധനമുണ്ട്. ഇതെന്താണ്? കുറച്ച് പൈസയും കൂടി വേണം. അപ്പം നമുക്ക് എന്തിനു മാറ്റാം? വേണ്ട. ഷുഗർ പൗഡർ വേണ്ട. ഇനി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു മല പോലെ ബോക്സ്. ഇതെന്തോ ചരിഞ്ഞിരിക്കണ്. ചെന്നടിച്ച് നോക്കിയാലേ. അയ്യോ വീട്. ഓരോ എൻ്റെ ബോക്സ് കൊട്ടാലും വീട്. കൊള്ളായിരുന്നു. എണ്ണ വയ്ക്കുള്ള ഇവിടെ എവിടെയല്ലേ? എവിടെയായിരുന്നു വയ്ക്കുള്ള? നോക്കിട്ട് ഇവിടെ ഇല്ലേ?
ടീ ബ്ലാക്ക്. ഞാൻ മറ്റേ ചെക്കൗട്ടിൻ്റെ സ്ഥലത്ത് മറ്റേ സാധനം വെക്കിട്ട് എനിക്ക് എല്ലാവരും പൊയ്ക്കളയും. ഏതോ എല്ലാവരും അങ്ങ് എന്നേക്കും. അതിന് എല്ലാം ചെയ്ത ബോക്സല്ലേ പാല്. അയ്യോ എല്ലാവരും ഇങ്ങോട്ട് വന്ന് 2.40 അയ്യോ ഞാൻ പാല് ഫുള്ള് വെച്ചില്ലേ ഇതിൻ്റെ അകത്ത്. നേരം വെച്ചിരുന്ന പാല് എല്ലാവരും അവിടെ എടുത്താണ്. ഇനി അടുത്ത സാധനം ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ ഒരു സാധനം വെക്കണം. അതാണ് മുട്ട. കറക്റ്റ് പ്രൈസ് തന്നെ. ഇനിയും കുറേ സാധനമൊക്കെ ഉണ്ട്. എല്ലാവരും കടയിൽ നേരത്തെ വന്ന് കയറിട്ട്. ടീ ബ്ലാക്ക്. ടീ ബ്ലാക്ക് ഫ്രിഡ്ജിലല്ലേ. ബാക്കി ഇനി എല്ലാവരും പൈസ അടിക്കാൻ ഓരോരുത്തരായിട്ട് പൈസ അടിച്ചു. അയ്യോ വെട്ടം. ഇനി നമുക്ക് പൈസ അടിക്കാം. $2.40. $2 മണി 8:30 റിയൽ ലൈഫിലെ സമയമല്ലേ, ഗെയിമിലെ സമയം. ഈ ചെക്കൗട്ട് ഫുള്ളായി നിറങ്ങി. ക്രെഡിറ്റ് കാർഡ് 4.83.